റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. പഹൽഗാം ഭീകരാക്രമണത്തിൽ 28 പേർ കൊല്ലപ്പെട്ടു. ഈ ഭീകരാക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ചും ഭീകരർക്ക് മുന്നറിയിപ്പ് നൽകിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ ശത്രുക്കൾ ഇന്ത്യയുടെ ആത്മാവിനുമേൽ ആക്രമണം നടത്തി. അങ്ങനെ ചെയ്തവർക്ക് അവരുടെ സങ്കല്പത്തിലുള്ളതിനേക്കാൾ വലിയ ശിക്ഷ നൽകും. 140 കോടി ജനങ്ങളുടെ ഇച്ഛാശക്തി ഭീകരവാദികളുടെ ആത്മവിശ്വാസം തകർക്കും. ഇന്ത്യയുടെ ആത്മാവിനുമേലുള്ള ആക്രമണമാണിത്. ഇന്ത്യ അവരെ കണ്ടെത്തി ശിക്ഷിക്കുക തന്നെ ചെയ്യും. അതിനായി എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും വികസനത്തിന് ശാന്തിയും സമാധാനവുമാണ് ആവശ്യമെന്നും ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് തെളിഞ്ഞു വന്നതിന് പിന്നാലെ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യ അട്ടാരി അതിർത്തിയിലെ പ്രതിദിന ബീറ്റിംഗ് ദ റിട്രീറ്റ് നിർത്തിവെക്കുമെന്നാണ് റിപ്പോർട്ട്. അട്ടാരി വാഗ അതിർത്തി അടയ്ക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് ഈ നീക്കം. പാക് സർക്കാരിന്റെ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ വിലക്കേർപ്പെടുത്തി. ഗവൺമെന്റ് ഓഫ് പാകിസ്ഥാൻ എന്ന ടാഗിലുള്ള എല്ലാ അക്കൗണ്ടുകൾക്കും ഇന്ത്യയിൽ വിലക്കുണ്ട്. സിന്ധു നദീജലത്തെ കരാർ മരവിപ്പിക്കാൻ തുടങ്ങി നിരവധി നടപടികൾ കൈക്കൊണ്ട ശേഷമാണ് എക്സ് അക്കൗണ്ടും കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചത്. പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള വിസ നടപടികൾ ഇന്ത്യ മരവിപ്പിച്ചു. വാഗ അട്ടാരി അതിർത്തിയിൽ അടിയന്തരമായി അടച്ചു. പാക് പൗരന്മാർക്ക് ഇനി മുതൽ വിസ നൽകില്ല. നിലവിലെ വിസകളെല്ലാം റദ്ദാക്കും. പാക് നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കുകയും ചെയ്തു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ ഈ രീതിയിൽ തിരിച്ചടികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ അണുവായുധ ഭീഷണി ഉയർത്തി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ മുഹമ്മദ് ആസിഫ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച ശക്തമായ നയതന്ത്ര നിലപാടുകൾ തുടർന്നാൽ കാര്യങ്ങൾ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് ഖവാജ പറഞ്ഞു. സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ പ്രതികരണം. അണുവായുധ ശേഷിയുള്ള ഇരു രാജ്യങ്ങളും തമ്മിൽ പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കുമെന്ന് ഖവാജ പറഞ്ഞു. ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യത്തിൽ ഏതുവിധത്തിലുള്ള അടിയന്തര സാഹചര്യത്തെ നേരിടാൻ തങ്ങളുടെ സൈന്യം തയ്യാറാണ്. ഇന്ത്യയുടെ ഭാഗത്തുനിന്നുള്ള ഏത് നീക്കത്തിനും അതേവിധത്തിലുള്ള പ്രതികരണം നടത്തുമെന്നും ഖവാജ പറഞ്ഞു. ഇതിനിടെ പ്രകോപന പരാമർശവുമായി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭൂട്ടോയും രംഗത്തെത്തി. സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയാൽ തിരിച്ചടിയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. സിന്ധു നദിയിലെ ജലം തങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്നും വെള്ളം ലഭിച്ചില്ലെങ്കിൽ രക്തച്ചൊരിച്ചിലുണ്ടാകുമെന്നും ബിലാവൽ ഭൂട്ടോ പറഞ്ഞു. കൊല്ലപ്പെട്ടത് നാട്ടുകാരാണെങ്കിൽ പോലും ഞങ്ങൾ സഹിച്ചേനെ. വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടത് കാശ്മീരിനെ തകർക്കാനല്ലേ? ഇവിടേക്കിനി സഞ്ചാരികൾ ധൈര്യത്തോടെ കടന്നുവരാൻ എത്ര കാലമെടുക്കും? പഹൽഗാമിൽ ഭീകരർ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടതിന്റെ വേദനയും രോഷവും അടക്കാനാവാതെ അബ്ദുൾ ചോദിക്കുന്നു. കാശ്മീരിന്റെ ഒറ്റക്കെട്ടായ വികാരമാണ് പാംപോറിൽ കട നടത്തുന്ന അബ്ദുൾ പ്രകടിപ്പിച്ചത്. ഞങ്ങളൊന്ന് നടുനിവർത്തി തുടങ്ങിയപ്പോഴാണ് കാശ്മീരിന്റെ സാമ്പത്തിക മേഖലയെ തകർക്കാൻ ശേഷിയുള്ള ഭീകരാക്രമണം ഉണ്ടായതെന്ന് കോളേജ് വിദ്യാർത്ഥിയായി ഇമ്രാൻ പറയുന്നു. ദിവസവും 10,000 എത്തുന്ന സ്ഥലം ഇപ്പോൾ ശോകമുഖം. സീസൺ സമയത്ത് ദിവസവും 10,000-ഓളം സഞ്ചാരികളാണ് പഹൽഗാമിലും ബൈസാരൻ പുൽമേടുകളിലും എത്താറുള്ളത്. അവിടെ നിന്ന് 4 കിലോമീറ്റർ ചെങ്കുത്തായ ദുർഘടപാത താണ്ടി വേണം ബൈസാരൻ പുൽമേട്ടിലേക്ക് എത്താൻ. നടക്കാൻ സാധിക്കാത്തവർക്ക് കുതിരപ്പുറത്ത് കയറാം. മുകളിലെത്തിയാൽ മനോഹരമായ പുൽമേടാണ്. ഒരു വശത്ത് മഞ്ഞണിഞ്ഞ മലനിരകൾ, മറുവശത്ത് അതിൽ നിന്ന് ഉത്ഭവിച്ച് പൈൻമരക്കാടുകൾക്കിടയിലൂടെ ഒഴുകുന്ന മനോഹരമായ അരുവി. ഈ മനോഹാരിത നുകരാനെത്തിയവരെയാണ് ചൊവ്വാഴ്ച ഭീകരർ ലക്ഷ്യമിട്ടത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ 4.5 കോടിയോളം സഞ്ചാരികളാണ് കാശ്മീരിലെത്തിയത്. മനോഹരമായ പുൽമേടുകൾ കൊണ്ട് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ബൈസാരനിലാണ് ഭീകരാക്രമണമുണ്ടായത്. ഉറക്കെ പറയൂ നമ്മളൊന്നാണെന്ന മുദ്രാവാക്യവുമായി ശ്രീനഗറിലും വ്യാപാരികൾ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖുമെല്ലാം പരസ്പരം സ്നേഹിച്ച് കഴിയണമെന്ന് എഴുതിയ ബാനറുമായാണ് പ്രകടനം നടത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്റലിജൻസ് പരാജയം, സുരക്ഷാ വീഴ്ച എന്നിവയിൽ സമഗ്രമായ വിശകലനം നടത്തണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി. പാകിസ്ഥാനെയും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ബുദ്ധികേന്ദ്രമെന്ന് ആരോപിച്ചാണ് കുറ്റപ്പെടുത്തൽ. പാകിസ്ഥാൻ ബുദ്ധികേന്ദ്രമെന്ന് നടപ്പിലാക്കിയ കൗശലപൂർവ്വമായ കരുതിക്കൂട്ടിയ ഈ ആക്രമണം നമ്മുടെ റിപ്പബ്ലിക്കിന്റെ മൂല്യങ്ങൾക്ക് നേരെ നടത്തിയ നേരിട്ടുള്ള ആക്രമണമാണ്. രാജ്യത്ത് വൈകാരികത ഇളക്കിവിടുന്നതിന് വേണ്ടിയാണ് ബോധപൂർവ്വം ഹിന്ദുക്കളെ ലക്ഷ്യമിട്ടതെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി പ്രമേയം ആരോപിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരിട്ടുള്ള പരിധിയിലുള്ള പ്രദേശത്ത് ഇങ്ങനൊരു ആക്രമണം നടക്കാൻ സഹായകരമായ ഇന്റലിജൻസ് പരാജയം, സുരക്ഷാ വീഴ്ച എന്നിവയിൽ സമഗ്രമായ വിശകലനം നടത്തണമെന്നും വലിയ പൊതുതാൽപര്യം മുൻനിർത്തിയാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി പ്രമേയത്തിൽ പറയുന്നു. പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി സ്വദേശി എൻ രാമചന്ദ്രന്റെ സംസ്കാരം നടന്നു. ഇടപ്പള്ളി ശ്മശാനത്തിൽ പോലീസിന് തോക്കുകളിൽ നിന്ന് ആചാരവെടി മുഴങ്ങിയപ്പോൾ 8 വയസ്സുകാരൻ കേദാർ പേടിച്ച് ചെവികുത്തി. 3 ദിവസം മുമ്പ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ അപ്പോപ്പിന് നേരെ ഉയർന്ന വെടിശബ്ദം അവൻ കേട്ടിരുന്നു. തൊട്ടടുത്ത് നേരിട്ട സഹോദരൻ ദ്രുപദിന്റെ കണ്ണുകളിലും അമ്പരപ്പായിരുന്നു. ഇരുവരുടെയും മുന്നിലാണ് എൻ രാമചന്ദ്രൻ തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ചു വീണത്. രാമചന്ദ്രന്റെ ചിതയേറിയുമ്പോൾ ഇത്രയും ദിവസം കരച്ചിലടക്കി നിന്ന മകൾ ആരതി പൊട്ടിക്കരഞ്ഞു. ഇടപ്പള്ളി മങ്ങാട്ട് നീരാഞ്ജനത്തിൽ എൻ രാമചന്ദ്രന് വെള്ളിയാഴ്ച കുടുംബവും ജന്മനാടും കണ്ണീരോടെയാണ് വിട നൽകിയത്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു അന്ത്യയാത്ര. ഗവർണർമാരും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ജനപ്രതിനിധികളും വൻ ജനാവലിയും അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇടപ്പള്ളിയിലേക്ക് ഒഴുകി. രാമചന്ദ്രന്റെ മകളുടെ വാക്കുകൾ രാജ്യത്തിനുള്ള സന്ദേശമാണ്. രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തെ ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു ആ വാക്കുകൾ. കാശ്മീരി ജനതയുടെ മാനവികതയുടെ നിലപാടാണ് രാമചന്ദ്രന്റെ മകൾ പറഞ്ഞത്.
ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലി ലോകം. മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയിലാണ് സംസ്കാര ശുശ്രൂഷകൾ നടന്നത്. കർദിനാൾ സംഘത്തിന്റെ തലവൻ ജോവാനി ബാറ്റിസ്റ്റയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ പൊതുദർശനത്തിൽ 10,000-ങ്ങളാണ് മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നതിനായി ലോക നേതാക്കൾ വത്തിക്കാനിലേക്ക് എത്തിയിരുന്നു. മരണാനന്തര നടപടികളുടെയും ശുശ്രൂഷകളുടെയും ക്രമം കഴിഞ്ഞ നവംബറിൽ മാർപ്പാപ്പ തന്നെ താൽപര്യമെടുത്ത് പരിഷ്കരിച്ചിരുന്നു. ചടങ്ങുകൾ കൂടുതൽ ലളിതമാക്കി. സൈപ്രസ്, ഓക്ക്, വാഗ മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച 3 പെട്ടികൾക്കുള്ളിലായി മാർപ്പാപ്പമാരെ അടക്കം ചെയ്യുന്ന ആചാരത്തിന് പകരം സാധാരണ തടിപ്പെട്ടി മതിയെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. അതേസമയം ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തതോടെ അദ്ദേഹത്തിന്റെ പിൻഗാമി ആരായിരിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ലോകം. ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത രാജിപ്രഖ്യാപനത്തെ തുടർന്ന് 2013 മാർച്ച് 13 അർജന്റീനയിലെ ബ്യൂനസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബർഗോളിയോ കത്തോലിക്ക സഭയുടെ 266ാമത്തെ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ആഡംബരങ്ങളും സമ്പത്തും ഉപേക്ഷിച്ച് വിശപ്പിലും ദാരിദ്ര്യത്തിലും ജീവിതപ്രകാശം കണ്ടെത്തിയ അസീസിയിലെ ഫ്രാൻസിസിന്റെ പേരും അദ്ദേഹം സ്വീകരിച്ചു. 9 ദിവസത്തെ ദുഃഖാചരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കും. നാഷണൽ ഹെറാൾഡ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തിരിച്ചടി. കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നോട്ടീസ് അയക്കാൻ ഡൽഹി റൌസ് റവന്യൂ കോടതി വിസമ്മതിച്ചു. അതുകൊണ്ട് തന്നെ സോണിയയും രാഹുലും ഉടനെ കോടതിയിൽ ഹാജരാകേണ്ടി വരില്ല. കേസിൽ കൂടുതൽ രേഖകൾ ഹാജരാക്കാനും ഇഡിയോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സോണിയയെ 1-ാം പ്രതിയാക്കിയും രാഹുൽ ഗാന്ധിയെ 2-ാം പ്രതിയാക്കിയുമാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 2014 ഡൽഹി ഹൈക്കോടതിയിൽ സുബ്രഹ്മണ്യൻ സ്വാമി സമർപ്പിച്ച ഹർജിയിൽ നിന്നാണ് 2021 ഇഡി അന്വേഷണം ആരംഭിച്ചത്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എന്നിവർ ചേർന്ന് യങ് ഇന്ത്യൻ വഴി 50 ലക്ഷം രൂപയ്ക്ക് അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിന്റെ 2000 കോടി രൂപയിലധികം വിലമതിക്കുന്ന സ്വത്തുക്കൾ വഞ്ചനാപരമായി ഏറ്റെടുത്തതായാണ് പരാതിയിലെ ആരോപണം. കായിക വിശേഷങ്ങൾ. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത നിലപാടിലേക്ക് BCCI. ICCക്ക് ഇതുമായി ബന്ധപ്പെട്ട കത്ത് നൽകി. ICC ടൂർണമെന്റുകളിൽ ഇനി പാകിസ്ഥാനോടൊപ്പം ഒരേ ഗ്രൂപ്പിൽ ഇന്ത്യ ഉൾപ്പെടുത്തരുതെന്ന് വ്യക്തമാക്കിയാണ് BCCI കത്ത് നൽകിയിരിക്കുന്നത്. 2008 മുംബൈ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വലിയ രീതിയിൽ വഷളായിരുന്നു. അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാൻ ദ്വിരാഷ്ട്ര ക്രിക്കറ്റ് പരമ്പരകൾ നടന്നിട്ടില്ല. ICC ടൂർണമെന്റുകളിൽ മാത്രമാണ് നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഈ ടൂർണമെന്റിലെ മത്സരങ്ങളിലും പാകിസ്ഥാനിൽ കളിക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല. ഈ അടുത്ത് പാകിസ്ഥാൻ ആതിഥേയത്വം വഹിച്ച ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ദുബായിലാണ് കളിച്ചിരുന്നത്. അതേസമയം 2026 ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന T20 ലോകകപ്പാണ് ഇനി ഇന്ത്യയും പാകിസ്ഥാൻ ഒരുമിച്ച് പങ്കെടുക്കുന്ന പ്രധാന ICC ടൂർണമെന്റ്. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് ഐനാടൻ.